എല്ലാ ഓഫീസിലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് തന്നെയാണത്. ഈവൻ ദോ നമുക്ക് നോട്ടീസ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പം ആ ടൈമിനുള്ളിൽ ഒരാളെ ഹയർ ചെയ്ത് പോകാൻ പറ്റണം എന്നില്ല. സോ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ എൻ്റെ ഓഫീസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ HR മാനേജറും കൂടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. ഇതിലൊരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ടായിരുന്നു ഞങ്ങൾ നോക്കിയത്. ബിക്കോസ് ഇത് ഫ്യൂച്ചറിലാണെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ്. സോ ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു, ഒരാൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 21 ഡേയ്സ് പുതിയ ഒരാൾ ഹയർ ചെയ്ത് പോകണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ബിൽഡ് ചെയ്തു. അതായത് എല്ലാ മന്തും എൻ്റെ ഈ HR മാനേജർ പ്ലേസ്മെൻറ്റ് ഓഫീസിന് ഡയറക്റ്റ്ലി പോയി മീറ്റ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പിന്നെ അതേപോലെ HR റിക്രൂട്ട്മെൻറ്റ് കമ്പനീസിൽ ഇപ്പോൾ എന്തോ നേരത്തെ പരിചയമുള്ളവരാണെങ്കിൽ പോയി പരിചയം പുതുക്കുക, അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പോയി മീറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള HR മീറ്റ്സ് ഇവൻറ്റ്സ് ഒക്കെ പല സ്ഥലങ്ങളിലും സംഭവിക്കാറുണ്ട്. അപ്പം അവിടെ പോയി അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് നമ്പർ ഓഫ് ഓപ്ഷൻസ് കിട്ടി. ഇൻ കേസ് ഇപ്പം ഒരാൾ പെട്ടെന്ന് പോയാലും നമുക്ക് പുതിയൊരാളെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അത്ര വലിയ ടൈമും കാര്യങ്ങളൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായി.